പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. കലാ സാംസ്കാരിക രംഗം. ആ രംഗത്ത് നിന്ന് 2024 മുഴുവൻ ഫാക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ് ഹാജാസ് ക്ലാസ്സസിൻ്റെ ഭാഗത്തു നിന്ന്. വളരെ വ്യക്തമായി വളരെ നല്ല പോയിന്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ചിത്രങ്ങളുടെ സഹായത്തോടെ വളരെ ഈസിയായി നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ 2024 മുഴുവൻ ഫാക്റ്റുകളും പ്രിയപ്പെട്ട യൂട്യൂബ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി, യൂട്യൂബിലെ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കലാ സാംസ്കാരിക രംഗത്തെ ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പറയുന്നത്. ഈ ഒരൊറ്റ ക്ലാസ്സോടുകൂടി 2024 കലാ സാംസ്കാരിക രംഗം അവസാനിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? 2024 ജാനുവരിയിൽ ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും അധികം ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ ആൾ ആരാണ്? കണ്ണൂർ സ്വദേശിനിയായ സുജേത സതീഷിനാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് കിട്ടിയത്. ശ്രദ്ധിക്കണേ, 2024 ജനുവരിയിൽ ഒറ്റ സംഗീത പരിപാടി, ഒരൊറ്റ പരിപാടിയിൽ ഏറ്റവും അധികം ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. കുട്ടിയുടെ പേര് സുജേത സതീഷ് എന്നാണ്. മലയാളം അടക്കം 39 ഇന്ത്യൻ ഭാഷകളിലും 101 ലോക ഭാഷകളിലുമായി മൊത്തം 140 ഭാഷകളിൽ പാടിയതിനാണ് സുജേത സതീഷിന് ഇങ്ങനെ ഒരു റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ സുജേത സതീഷ് എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല. ഒരൊറ്റ സ്റ്റേജിൽ ഒരൊറ്റ പരിപാടിയിൽ എന്ത് ചെയ്തു? ഏറ്റവും അധികം ഭാഷകളിൽ പാട്ട് പാടുക. ഭയങ്കരം തന്നെയാണ്. അപ്പോൾ സുജേത സതീഷിൻ്റെ പേര് വളരെ വ്യക്തമായി പഠിച്ചു വെക്കണം. മലയാളത്തിലടക്കം 39 ഇന്ത്യൻ ഭാഷകൾ, 101 ലോക ഭാഷകൾ, അങ്ങനെ മൊത്തം 140 ഭാഷകളിൽ പാടി എന്നതാണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു റെക്കോർഡ് തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. 2024 ദാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം പൂവ്. ഓക്കെ, ഇതാണ് ചിത്രത്തിൻ്റെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്, പൂവ്. ഇത് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ധാക്കയിൽ വെച്ച് നടക്കുന്ന, ഒരു കാലത്ത് ധാക്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല. 2024 ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രത്തിൻ്റെ പേര് പൂവ് എന്നാണ്. അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്, സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ 2 പോയിന്റുകൾ പഠിച്ചു. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഗായികയെ അവതരിപ്പിച്ച സംവിധായകൻ ആരാണ്? മലയാളിയായ ഷിഹാം അബ്ദുൽ വഹാബ് ആണ്. അദ്ദേഹം വിദേശത്താണ് പഠനമൊക്കെ നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിന് മുമ്പ് പാട്ട് പാടിയിട്ടുണ്ട്. AR റഹ്മാൻ്റെ പാട്ടൊക്കെ വളരെ ഗംഭീരമായി പാടും. ആര്? ഷിഹാം അബ്ദുൽ വഹാബ്. അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി AI ഗായികയെ അവതരിപ്പിക്കുന്നത്. AI ഗായിക വരുന്നതോടുകൂടി മറ്റുള്ള ഗായികമാർക്കൊന്നും ഇനി പാട്ടുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിക്കുകയാണ് ആര്? ഷിഹാം അബ്ദുൽ വഹാബ്.
ഓക്കെ, ഇതെവിടെയാണ്, എപ്പോഴാണ്, ഏത് സിനിമയിലാണ് ഇത് അവതരിപ്പിച്ചത്, ഏത് ഭാഷയാണ്? തെലുങ്ക് ചിത്രത്തിലാണ്. ഓക്കെ, ഹിനന്ന എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഇൻ്റർവെൽ സീക്വൻസിലാണ് AI ഗായിക വരുന്നത്. ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. 3 പോയിന്റുകളും നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ആലപിച്ചത് ആരാണ്? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായിക എന്ന് പറഞ്ഞൊരു പോയിന്റും വന്നു കഴിഞ്ഞു. അയോധ്യയിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണല്ലോ ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൻ്റെ ശില്പിയുടെ പേരെന്താണ്? ഉത്തരം അരുൺ യോഗി രാജ്. നമുക്ക് ചിത്രത്തിൽ കാണാം, അരുൺ യോഗി രാജാണ് ആ ഒരു വിഗ്രഹത്തിൻ്റെ, ഈ കാണുന്ന വിഗ്രഹത്തിൻ്റെ ശില്പി. 2023 ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഈ ഒരു ചടങ്ങുകൾ നടന്നത്. ഇതിന് നേതൃത്വം വഹിച്ചത് നരേന്ദ്രമോദി ആയിരുന്നു എന്നതും പ്രത്യേകതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൻ്റെ ശില്പിയുടെ പേര്, ശില്പി ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, അരുൺ യോഗി രാജ് എന്നാണ്. അരുൺ യോഗി രാജ്. ഈ പ്രതിഷ്ഠ നടന്നത് 2023 ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് എന്നതും. ഓക്കെ, അപ്പോൾ അത് ആ പോയിന്റും അങ്ങനെ കഴിയുന്നു. അടുത്തത്, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു ബാൻഡ്. ആ ബാൻഡിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും അവർ പ്ലേ ചെയ്യുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും നമ്മുടെ കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ആദ്യമായി ആരംഭിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പേര് ചോദിച്ചാൽ അരകവ്യൂഹം. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. പിള്ളേരെ പഠിക്കണേ. അപ്പോൾ എൻ്റെ പൊന്നു പിള്ളേരെ ഇത് നന്നായിട്ട് നോക്കണം, കാരണം ഓരോ പോയിന്റ് വളരെ വ്യക്തമായി, വളരെ 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 പിക്ചറുണ്ട്. ഒരു കൊച്ചുകുട്ടികൾക്ക് ഒരു PPLE ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ചിത്രം കാണിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ചിത്രവും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തങ്ങ് പതിയണം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേര് ചോദിച്ചാൽ അരകവ്യൂഹം എന്ന് ഉത്തരം പറയണം. അരകവ്യൂഹമാണ് ശരിയായ ഉത്തരം. ഓക്കെ, കൊച്ചിയിൽ ബ്രഹ്മപുരം അറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഇതുവരെ. എന്താണ് ഇതുവരെ? ഏതുവരെ? ഇതുവരെ. ആ സിനിമയിൽ ഷാജോണൊക്കെ ഉണ്ട്, അല്ലേ? കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട മലയാള ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ്? ഇതുവരെ എന്നാണ്. എന്താണ്? ഇതുവരെ എന്നാണ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് കിട്ടിയ സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, അല്ലേ? സുഭാഷേ എന്നുള്ളൊരു വിളിയൊക്കെ. മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അതിൻ്റെ സംവിധായകരാരാണ്? ചിദംബരമാണ്. ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 200 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാലും ഈ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. വളരെ എന്താ പറയുക, ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും റെക്കോർഡ് പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 200 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാലും മഞ്ഞുമ്മൽ ബോയ്സിനെന്ന് ഉത്തരം പറയണം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഓക്കെ, വളരെ 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 പ്രശസ്തനായ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് നിരവധി ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഇളയരാജയുടെ ജീവിതത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ചലച്ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ആരാണ്? ഇളയരാജയായി വേഷമിടുന്നത് നമ്മുടെ ധനുഷാണ്. തമിഴിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും അഭിനയം പ്രതിഭയാണ് ധനുഷ്.
ഇളയരാജ എന്ന് പറയുന്ന ലെജൻഡർ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ അഭ്രപാളികളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഏറ്റവും തന്മയത്വത്തോടെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധനുഷിനെയാണ്. ഇളയരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ധനുഷാണ്. ശ്രദ്ധിക്കണം, അതിൻ്റെ പോസ്റ്ററാണ്. ഇളയരാജയുടെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഇളയരാജ എന്ന് തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. സിനിമയുടെ പേരും ഇളയരാജ എന്ന് തന്നെയാണ്. ഏറ്റവും ഉചിതമായ പേര് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആരാണതിൽ ഇളയരാജയായിട്ട് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? ധനുഷാണ്. ഓക്കെ, മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ഭയങ്കരമായ വിവാദമായ സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായാലും സൗന്ദര്യമുള്ളവർ മാത്രം മോഹിനിയാട്ടം കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ലിംഗഭേദമന്യേ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പ്രവേശനം നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ കലാപഠന കേന്ദ്രം ഏത്? കേരള കലാമണ്ഡലം. ഓക്കെ, മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കോഴ്സുകൾക്കും ലിംഗഭേദമന്യേ പ്രവേശനം നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ കലാപഠന കേന്ദ്രത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് കേരള കലാമണ്ഡലം എന്ന്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കഴിയുന്നു. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ബിന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി. ആടുജീവിതം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു നോവലാണ്. മലയാളത്തിൻ്റെ ശേഖരത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു നോവൽ തന്നെയാണ് ബിന്യാമിൻ്റെ ആടുജീവിതം. ഇതിനെ ആസ്പദമാക്കി 2024 മാർച്ചിൽ പുറത്തിറങ്ങിയത് ആടുജീവിതം എന്ന സിനിമ. ആ സിനിമയിലെ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നജീബ് എന്ന് പറയുന്ന കഥാപാത്രം. ആ നജീബിൻ്റെ യഥാർത്ഥ ജീവിതം, അവിടെ അദ്ദേഹത്തിന് ആ നാട്ടിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങളാണ് ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലേ? അവിടെ മരുഭൂമിയിൽ പോയി പെട്ടുപോകുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള 2 വർഷത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കാൻ മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ പറയാം. മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? പൃഥ്വിരാജാണ് ഇത് ആ നജീബിനെ അനശ്വരമാക്കിയത് എന്ന് പറയാം. അപ്പോൾ ബിന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം നജീബാണ്. അതിൽ നജീബിനെ അനശ്വരമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് നമ്മുടെ പൃഥ്വിരാജാണ്. അതിനുവേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം കുറച്ചത് 35 കിലോയോളം വരുന്ന ശരീരഭാരമാണ് എന്നതും വളരെ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തെ കാണിക്കുന്നു എന്നതാണ്. ട്രോളുന്നവർക്ക് ട്രോളാം, അല്ലേ? ശരി, അടുത്തത് 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട നമ്മുടെ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് മോഹിനി. 2024 ഏപ്രിൽ മാസം 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ചിത്രമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് മോഹിനി. കാമുകന്റെ വരവും പ്രതീക്ഷിച്ച് ഊഞ്ഞാലാടുന്ന യുവതിയുടെ ചിത്രമാണ്. കാമുകൻ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്ന യുവതിയുടെ ചിത്രമാണ് മോഹിനി. അത് 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആനുകാലിക സംഭവം തന്നെയാണ്. നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് തന്നെയാണ്. എന്ത് മനോഹരമായ പോയിന്റുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണ്. നമുക്ക് നോക്കാം. 2024 ഏപ്രിലിൽ അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ സാഹിത്യകാരൻ്റെ പേരാണ് ബാസിം ഗൻദാബ്ജി എന്നാണ്. ബാസിം ഗൻദാബ്ജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതാണ് അദ്ദേഹം. 2 പതിറ്റാണ്ട് 20 വർഷക്കാലമായി ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ്. 2024 ഏപ്രിലിൽ അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ബാസിം ഗൻദാബ്ജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എ മാസ്ക്
ദ കളർ ഓഫ് ദ സ്പൈ എന്ന് പറയുന്ന ഒരു നോവലിനാണ് ഈ ഒരു അറബ് സാഹിത്യത്തിൻ്റെ പുരസ്കാരം കിട്ടിയത് എന്നതും വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. നമ്മൾ കുറച്ച് പോയിന്റുകൾ കൂടി അതിനകത്ത് ഇങ്ങനെയുള്ള 1-2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ കൂടി പഠിച്ചു പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാണ്? കിരൺ ബേദിയാണ് അല്ലേ. കിരൺ ബേദിയുടെ ചിത്രം കണ്ടല്ലോ ഇവിടെ അല്ലേ. ആ കിരൺ ബേദി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് കിരൺ ബേദി. അവരുടെ ജീവിതത്തെ പ്രമേയമാക്കിക്കൊണ്ട് 2024 ജൂണിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിൻ്റെ പേരാണ് ബേദി, ദ നെയിം യു നോ, ദ സ്റ്റോറി യു ഡോണ്ട്. കിരൺ ബേദിയെ നിങ്ങൾക്കറിയാം, പക്ഷെ ആ കഥ നിങ്ങൾക്കറിയില്ല എന്നതാണ് സിനിമ. ഇതിൻ്റെ സംവിധാനം ആരാണെന്ന് ചോദിച്ചാൽ കുശാൽ ചൗളയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാണ്? കിരൺ ബേദിയാണ്. കിരൺ ബേദിയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് 2024 ജൂണിൽ പ്രഖ്യാപിക്കപ്പെട്ട ചലച്ചിത്രമാണ് ബേദി, ദ നെയിം യു നോ. ഈ പേരിനെ നിങ്ങൾക്കറിയാം, ദ സ്റ്റോറി യു ഡോൺ, പക്ഷെ ആ കഥ നിങ്ങൾക്കറിയില്ല. അതാണ് ആ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിഹാസം. അതായത് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റിലെ ദൈവം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മറഡോണയും പെലെയും ഫുട്ബോളിലെ ഇതിഹാസങ്ങളാണ് എന്ന് പറയുമ്പോൾ, അതേപോലെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക ഇനങ്ങളിൽ വരുന്ന ഒന്നാണ് ടെന്നീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെന്നീസ്, സാനിയ മിർസ, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, വീനസ് വില്യംസ് തുടങ്ങിയവരുടെയൊക്കെ അതിനകത്ത് അറിയപ്പെടുന്ന പേരുകളാണ്. നമുക്ക് ഇന്ത്യക്കുമുണ്ട് ലിയാണ്ടർ പേസ്, മഹേഷ് ഭൂപതി എന്ന് പറയുന്ന ഇതിഹാസമായ ടെന്നീസ് താരം. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണോ അതുപോലെ ടെന്നീസിൽ ഫെഡറർ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഡോക്യുമെൻ്ററിയുടെ പേരാണ് ഫെഡറർ 12 ഫൈനൽ ഡേയ്സ് എന്നാണ്. കിടിലം അല്ലെ, നല്ല പേരാണ് കൊടുത്തിരിക്കുന്നത്. ഫെഡറർ 12 ഫൈനൽ ഡേയ്സ് അല്ലെ, 12 ഫൈനൽ ദിനങ്ങൾ എന്നാണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന, ആ ഒരു ഡോക്യുമെന്ററിക്ക് കൊടുത്തിരിക്കുന്ന പേര്. നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. ശ്രദ്ധിക്കാം, 2024 ജൂലൈ മാസം 2024 ജൂലൈയിൽ കേരള വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് നൽകപ്പെട്ട പേര് മയിൽപീലി എന്നാണ്. നല്ല പേരല്ലേ, ഗംഭീരമായൊരു പേരാണ്. കേരള വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട 2024 ജൂലൈയിൽ സംഘടിപ്പിക്കപ്പെട്ട രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് ഇട്ടിരിക്കുന്ന പേരെന്താണ്? മയിൽപീലി എന്നാണ്. മയിൽപീലി പശ്ചിമഘട്ടത്തിൻ്റെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയാണ് ഇവിടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ 2 പോയിന്റുകൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. 2024 ജൂലൈയിൽ കേരള വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പരിസ്ഥിതി ചലച്ചിത്ര മേളയ്ക്ക് നൽകപ്പെട്ട പേര് മയിൽപീലി എന്നാണ്. അവിടെ പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമുക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഉദ്ഘാടന ചലച്ചിത്രമായി അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2024 ജൂലൈ മാസം പ്രദർശനത്തിനെത്തിയ MD വാസുദേവൻ നായരുടെ തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരം, തിരക്കഥകളുടെ MDയുടെ തൂലികയിൽ പിറന്ന തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ പേരാണ് മനോരഥം. അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം, കാഴ്ച, ശിലാലിഖിതം, വിൽപ്പന, കടൽക്കാറ്റ്, ഷെർലക്ക്, ഓളവും തീരവും ഇങ്ങനെ തുടങ്ങുന്ന ചിത്രങ്ങളാണ് ഈ മനോരഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മനോരഥം 2024 ജൂലൈയിൽ പ്രദർശനത്തിനെത്തിയ MD വാസുദേവൻ നായരുടെ തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ പേരാണ് മനോരഥം. MD വാസുദേവൻ നായരുടെ തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ പേരാണ് മനോരഥം എന്ന് ഓർത്തിട്ടുണ്ട്. നമ്മൾ 2-3 തവണ ആവർത്തിച്ചു പറയുന്നു. ചിത്രം കാണുന്നു, സമാധാനത്തിൽ പഠിക്കുന്നു, നമ്മൾ കറണ്ട് അഫയർ സെറ്റ് ആവുന്നു. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റിക് ഡേറ്റ
പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റിക് ഡേറ്റ പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പേരാണ് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി ഇവിടെയുണ്ട്. ഓക്കെ, ചിത്രം കാണുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എമ്മി അവാർഡ്. എമ്മി അവാർഡിൽ അവതാരകനാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം പറയണം, വീർദാസ്. ആരാണ്? വീർദാസ്. എമ്മി അവാർഡിൽ അവതാരകനാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ്റെ പേരാണ് വീർദാസ്. വീർദാസ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. 2024 ടൊറന്റോ ചലച്ചിത്രോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നൊബേൽ സമ്മാന ജേതാവായ മലാല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന ആരാണ്? ഇത് കൊടുക്കുന്നത് നൊബേൽ സമ്മാനം സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം. ഏത് വർഷം മുതലാണ് കൊടുത്തു തുടങ്ങിയത്? 1901 മുതലാണ്. ഈ നൊബേൽ സമ്മാനം വളരെ ചെറിയ പ്രായത്തിൽ നേടിയെടുത്ത മലാല യൂസുഫ്സായി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പേരാണ് ദ ലാസ്റ്റ് ഓഫ് ദ സീ വിമൻ എന്ന്. ഒന്നുകൂടി, 2024 ടൊറന്റോ ചലച്ചിത്രോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ആരുടെ ഡോക്യുമെന്ററിയാണ്? മലാല യൂസഫ്സായിയുടെ. ആ ഡോക്യുമെന്ററിയുടെ പേരെന്ത് എന്നതാണ് ചോദ്യം. അതാണ് നമ്മൾ പറഞ്ഞത് ദ ലാസ്റ്റ് ഓഫ് ദ സീ വിമൻ എന്ന്. ദക്ഷിണ കൊറിയയിൽ ജേജു ദ്വീപിലെ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവിടെ സ്ക്യൂബ ഡൈവേഴ്സ്, അവർ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള സ്ത്രീകളുണ്ട്, വനിതകളുണ്ട്. അവരുടെ കഥ പറയുന്ന ദ ലാസ്റ്റ് ഓഫ് ദ സീ വിമൻ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് കൊറിയൻ അമേരിക്കൻ സംവിധായികയായ സു കിം ആണ്. ഇത് ആരാ എഴുതിയത് എന്ന് ചോദിച്ചാൽ, ഇത് ആരാ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒരു സ്ലൈഡാണ്, നല്ല പോയിന്റാണ്, പഠിക്കണം. ചോദ്യ സാധ്യത വളരെ കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്. 2024 ഒക്ടോബറിൽ കേരള നിയമസഭ ആദരിച്ച വിപ്ലവ ഗായികയുടെ പേര് എന്താണ്? ഉത്തരം PK മേദിനി എന്നാണ്. 2024 കേരള നിയമസഭ ആദരിച്ച വിപ്ലവ ഗായികയുടെ പേരാണ് PK മേദിനി. PK മേദിനി. PK മേദിനി. 2024 സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയ അനുഷ്ഠാന നൃത്തം ഏതാണ്? ഉത്തരം മംഗലം കളി. മംഗലം കളി. 2024 സ്കൂൾ കലോത്സവം മുതൽ ഇനി അങ്ങോട്ടുള്ള സ്കൂൾ കലോത്സവങ്ങളിൽ ഈ ഒരു ഗോത്ര വിഭാഗ നൃത്തമുണ്ടാകും, കലയുണ്ടാകും. മംഗലം കളി എന്നാണ് അതിൻ്റെ പേര്. അതിനൊരു പ്രത്യേക താളവും ചടുലതയും ഒക്കെ ഉണ്ടാകും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇത്തവണ നടന്ന സ്കൂൾ കലോത്സവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് അതിന് സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരു മംഗലം കളി TV-യിലേക്ക് നന്നായിട്ട് പ്രദർശിപ്പിച്ച ഒന്നാണിത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലുള്ള ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു മംഗലം കളി ഇന്നൊരു ഇനമായി, സ്കൂൾ കലോത്സവ ഇനമായി മാറിയിരിക്കുന്നു എന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇതാരാണ്? മലയാളികളുടെ സ്വന്തം സുകുമാരിയാണ്. അന്തരിച്ചുപോയി. ആ ചലച്ചിത്ര നടി സുകുമാരിയുടെ സ്മരണാർത്ഥം മൾട്ടിമീഡിയ സ്കൂള്, മ്യൂസിയം ഇതെല്ലാം നിലവിൽ വരുന്നു. എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, കന്യാകുമാരിയിലാണ് ഇതെല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ അന്തരിച്ചുപോയ ചലച്ചിത്ര നടിയായ സുകുമാരിയുടെ പേരിൽ അവരുടെ സ്മരണാർത്ഥം നിലവിൽ വരുന്ന മൾട്ടിമീഡിയ സ്കൂള്, മ്യൂസിയം ഇതെല്ലാം നിലവിൽ വരുന്ന സ്ഥലം അത് കന്യാകുമാരിയാണ്. ഇതാ ശ്രദ്ധിക്കേണ്ടത്. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭയെ വളർത്തിയെടുക്കാൻ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ഒരു കലാസംഘം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. 55ാമത് ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ
ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ ആണ്. ഇത് രൺദീപ് ഹൂഡയാണ് ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. 55ാമത്തെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രത്തിൻ്റെ പേരാണ് സ്വതന്ത്ര വീർ സവർക്കർ. ഇതിൻ്റെ സംവിധാനം രൺദീപ് ഹൂഡയാണ്. ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇവിടെ കാണാം. ഹർഷ് സംഘാനി സംവിധാനം ചെയ്ത ലഡാക്കി ചിത്രം, അതായത് ഗർ ജൈസ കുച്ച് എന്ന് പറയുന്നതാണ് ഈ 55ാമത്തെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. 2 ചിത്രങ്ങളാണ്. ഒന്ന് സ്വതന്ത്ര വീർ സവർക്കർ, അത് ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമാണ്. രൺദീപ് ഹൂഡയാണ് അതിൻ്റെ സംവിധായകൻ. എന്നാൽ ഹർഷ് സംഘാനി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് ഗർ ജൈസ കുച്ച് എന്ന് പറയുന്നത്. അത് ആ ഒരു ചലച്ചിത്രമേളയിലെ തന്നെ നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രമാണ് എന്നതും ഓർമ്മിക്കണം. 2 സിനിമകളുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് എത്ര മലയാള ചിത്രങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പറയണം. 155. ലെവൽ ക്രോസ്, ഭ്രമയുഗം, ആടുജീവിതം, ഈ ചിത്രങ്ങളെല്ലാം, ഈ 3 ചിത്രങ്ങളും ഇന്ത്യൻ പനോരമയിലും മഞ്ഞുമ്മൽ ബോയ്സ് മുഖ്യധാരാ വിഭാഗത്തിലും പ്രദർശിപ്പിക്കപ്പെടും. 155 മലയാള ചലച്ചിത്രങ്ങളാണ്. ഓക്കെ, ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 2024 മുതൽ നൽകപ്പെടുന്ന നവാഗത സംവിധായകരുടെ സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായിട്ടുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം തണുപ്പ്. ഉത്തരം എന്താണ്? തണുപ്പ് എന്നാണ്. 55ാമത്തെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 2024 മുതൽ നൽകപ്പെടുന്ന നവാഗത സംവിധായകർ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള അവരുടെ അത്തരം നവാഗത സംവിധായകരുടെ സിനിമകൾക്കുള്ള പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ മലയാള സിനിമയാണ് തണുപ്പ്. സംവിധാനം രാകേഷ് നാരായണൻ ആണ്. രാകേഷ് നാരായണൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. ഓക്കെ, 2025 ഓസ്കാറിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലേക്ക് യോഗ്യത നേടിയ കന്നഡ ചലച്ചിത്രം ഏതാണ്? സൺഫ്ലവേഴ്സ്, വെയർ ദ ഫസ്റ്റ് വൺസ് ടു നോ എന്ന് പറയുന്നതാണ് ഈ 2025 ഓസ്കാറിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലേക്ക് യോഗ്യത നേടിയ കന്നഡ ചലച്ചിത്രം. ഇത് സംവിധാനം ചെയ്തത് ചിദാനന്ദ എസ് നായിക്കാണ് സംവിധാനം ചെയ്തത്. ഇത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവരാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത് എന്നതൊരു പ്രത്യേകതയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരത്തിനായിട്ടുള്ള നാമനിർദ്ദേശ പട്ടികയിൽ ഇടം പിടിച്ച മലയാള ഗാനത്തിൻ്റെ പേര് എന്താണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഏറ്റുപാടിയ ആ ഗാനം ആടുജീവിതം എന്ന സിനിമയിലെ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന് പറയുന്ന ബിന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിന് ഈണം നൽകിയത് ആരാണ്? AR റഹ്മാനാണ്. ഈ ഗാനം ആലപിച്ചത് ആരാണ്? ജിതിൻ എന്ന് പറയുന്ന ഗായകനാണ്. ജിതിൻ രാജാണ് ഈ ഗാനം ആലപിച്ചത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. 2024 ബാങ്കോക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 3 പുരസ്കാരങ്ങൾ നേടിയ കേരളത്തിൽ നിന്നുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്, ഓങ്കാര എന്ന് പറയുന്ന ചിത്രം. 2024 ബാങ്കോക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 3 പുരസ്കാരങ്ങളാണ് ഈ ഒരു മലയാള ചിത്രം നേടിയെടുത്തത്. ചിത്രത്തിൻ്റെ പേര് ഓങ്കാര എന്നാണ്. ഇവിടെ ഏതൊക്കെ 3 പുരസ്കാരങ്ങളാണ്? മികച്ച ഒറിജിനൽ തിരക്കഥ രാജേഷ് തില്ലങ്കേരി, ആഖ്യാന നടൻ VG പ്രകാശ് എന്നിവയ്ക്കൊപ്പം പ്രത്യേക ജൂറി പുരസ്കാരവും ഓങ്കാര സ്വന്തമാക്കി. ഇത് കാസർഗോഡൻ മണ്ണിലെ മാവിലൻ ഗോത്ര സമുദായത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തത്
KR ഉണ്ണിയാണ് ഈ സിനിമ 3 പുരസ്കാരങ്ങളാണ് ആ വേദിയിൽ നിന്നും ഈ ഒരു സിനിമ കരസ്ഥമാക്കിയത്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ചലച്ചിത്രം. കാസർഗോഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലും ഒരു ഗോത്ര കലാരൂപത്തെ നമ്മൾ പറഞ്ഞല്ലോ, മംഗലം കളി അല്ലേ. അതേപോലെ ഇത് കാസർഗോഡ് മണ്ണിലെ മാവിലൻ ഗോത്ര സമുദായത്തിലെ കഥ പറഞ്ഞ ഒരു ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ഓങ്കാര എന്ന് പറയുന്ന ചിത്രം. 3 പുരസ്കാരങ്ങളാണ് ബാങ്കോക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ഈ ഒരു ചിത്രം നേടിയെടുത്തത്. എന്നാൽ ഗോവ വേദിയായ 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ആദ്യത്തെ ചിത്രം ഏതായിരുന്നു? ഉത്തരം ബെറ്റർ മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിത്രമായിരുന്നു. ബെറ്റർ മാൻ എന്നാണ് ആ ഇംഗ്ലീഷ് ചിത്രത്തിന്റെ പേര്. സംവിധായകൻ മൈക്കൽ ഗ്രേസി. ഇംഗ്ലീഷ് ചിത്രമാണ്. മൈക്കൽ ഗ്രേസിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. മെഗാ സീരിയലുകൾ നിയന്ത്രിക്കണം. വർഷങ്ങളോളം ഇത്തരം സീരിയലുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. മൂല്യമില്ലാതെ, കഥാമൂല്യമില്ലാതെ ഇത്തരം സിനിമകൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി സമൂഹത്തിന് വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്നൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ച് കേട്ടതാണ്. മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം എന്ന് 2024 നവംബർ മാസം അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരള വനിതാ കമ്മീഷനാണ്. ചെസ് ഗ്രാമം എന്ന് അറിയപ്പെടുന്ന തൃശ്ശൂരിലെ മാരോട്ടിച്ചാലിനെ ആസ്പദമാക്കിക്കൊണ്ട് ഹിന്ദി ഉൾപ്പെടെ 5 പ്രധാനപ്പെട്ട ഭാഷകളിൽ പുറത്തിറങ്ങിയ ഒരു ഫീച്ചർ സിനിമയുടെ പേരാണ് ദ പാൻ ഓഫ് മാരോട്ടിച്ചാൽ എന്ന് പറയുന്ന കബീർ ഖുറാന സംവിധാനം ചെയ്ത ചിത്രം. അതായത് 5 ഭാഷകൾ, ഹിന്ദി ഉൾപ്പെടെയുള്ള 5 ഭാഷകളിലാണ് തൃശ്ശൂരിലെ ഈ മരോട്ടിച്ചാലിലെ അവരുടെ ചെസ് പ്രേമത്തോട് അതിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ്, ഫീച്ചർ സിനിമയാണ് ദ പാൻ ഓഫ് മരോട്ടിച്ചാൽ എന്ന് പറയുന്ന സിനിമ. സംവിധാനം ചെയ്തത് കബീർ ഖുറാന ആണ്. ഓക്കെ, മെഗാ സീരിയലുകൾ നിയന്ത്രിക്കണം വനിതാ കമ്മീഷൻ അല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിലുള്ള കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഡോക്യുമെൻ്ററിയുടെ പേര്, മലയാളം ഡോക്യുമെൻ്ററിയുടെ പേരാണ് ഗീവ് മീ എ ലിറ്റിൽ ലാൻഡ്, എനിക്കൊരൽപ്പം സ്ഥലം തരൂ. ഇതിൻ്റെ സംവിധായകൻ ശശികുമാർ അമ്പലത്തറയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിലെ കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട മലയാളം ഡോക്യുമെൻ്ററിയുടെ പേരാണ് ഗീവ് മീ എ ലിറ്റിൽ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2024 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? 2024 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. ധീരജ് സർണയുടെ ഈ ഒരു ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. അതായത് 2002 ഗുജറാത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു മലയാള ചിത്രം പുറത്തിറങ്ങിയല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ 2002 ഗുജറാത്തിൽ നടന്ന ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവം പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. ഇത് ധീരജ് സർണയാണ് സംവിധാനം ചെയ്തത് എന്നതും കൂടി പഠിച്ചു വെക്കണം. അതായത് 2024 ഡിസംബറിൽ പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ചിത്രമാണ് അത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. അടുത്തത്, ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 3Dയിൽ ഒരുങ്ങുന്ന ബൈബിൾ സിനിമ ഏതാണ്? ജീസസ് ആൻഡ് മദർ മേരി. എന്താണ്? ജീസസ് ആൻഡ് മദർ മേരി. അപ്പോൾ ജീസസ് ആൻഡ് മദർ മേരി ലോക സിനിമയിൽ ആദ്യമായി 3Dയിൽ ഒരുങ്ങുന്ന ബൈബിൾ സിനിമ. തോമസ് ബെഞ്ചമിൻ്റെ സിനിമയാണ് ദ ജീസസ് ആൻഡ് മദർ മേരി എന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം. മലയാള സിനിമയുടെ ആദ്യത്തെ നായിക വിഗതകുമാരൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച ആ നടി PK റോസി എന്ന് പറയുന്ന നടി, ആ നടിയുടെ സ്മരണയ്ക്ക് വേണ്ടി 2024 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവതരിപ്പിക്കപ്പെട്ട സിഗ്നേച്ചർ ചിത്രത്തിൻ്റെ പേരാണ് സ്വപ്നായനം. അഖിൽ ആണ്, KO അഖിലാണ് സംവിധാനം ചെയ്തത്. നമുക്ക് ആ കമൽ ചിത്രത്തിലൂടെ
ഈ മലയാളത്തിൽ ആദ്യത്തെ സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന എഫർട്ടുകൾ വളരെ വ്യക്തമായി പൃഥ്വിരാജിലൂടെ നമുക്ക് കാണിക്കുന്നുണ്ട് കമല്. അപ്പോൾ ആ സിനിമയിലൂടെയാണ് നമ്മൾ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ 1928 പുറത്തിറങ്ങിയ ആ സിനിമയ്ക്ക് പിന്നിൽ എത്രത്തോളം എഫർട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ സിനിമയിലൊരു നടിയെ ഒപ്പിക്കാൻ, നടിയെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫർട്ടുകളൊക്കെ ചിത്രത്തിലുണ്ട്. ആ നടിയാണ് PK റോസി. അവരുടെ സ്മരണാർത്ഥം 2024 കേരളത്തിലെ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ അവതരിപ്പിക്കപ്പെട്ട സിഗ്നേച്ചർ ചിത്രം അവരുടെ സ്മരണയ്ക്ക് വേണ്ടി, ആ സിനിമയുടെ പേര് മറക്കാതെയെങ്കിലും നമുക്ക് ഇരിക്കേണ്ടതുണ്ട്. സ്വപ്നായനം. KO അഖിൽ സംവിധാനം ചെയ്ത സ്വപ്നായനം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്, സിഗ്നേച്ചർ ചിത്രം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബീഹാർ, നേപ്പാള് എന്നിവിടങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഇന്തോ ആര്യൻ ഭാഷയാണ് ബജ്ജിക. ബജ്ജിക എന്ന് പറയുന്ന ഒരു ഭാഷ, അത് എവിടെയാണ് സംസാരിക്കുന്നത്? ബീഹാറിലും നേപ്പാളിലുമൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഈ ബജ്ജിക എന്ന് പറയുന്ന ഭാഷ. ഈ ബജ്ജിക ഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ ചലച്ചിത്രമാണ് ആജുർ. വളരെ കുറച്ച് ആൾക്കാരല്ലേ കാണുള്ളൂ. ആജുർ. ആര്യൻ ചന്ദ്രപ്രകാശാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. എന്താണ് ആ ഭാഷയുടെ പേരെന്താണ്? ബജ്ജിക. ബജ്ജിക. ഓക്കെ, ബജ്ജിക എന്ന് പറയുന്നൊരു ഭാഷയിൽ പുറത്തിറങ്ങി. ബീഹാറിലും നേപ്പാളിലും ഒക്കെ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് ബജ്ജിക. ബജ്ജിക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത് 2025 ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം രചിച്ചത് ശ്രീനിവാസൻ തുണേരി ആണ്. അതിൻ്റെ സംഗീത സംവിധാനം ശ്രീകുമാർ ആണ്, കാവാലം ശ്രീകുമാർ. 9.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സ്വാഗതഗാനത്തിന് സംഗീതം നൽകിയത് കാവാലം ശ്രീകുമാർ. ഈ ഗാനം എഴുതിയത് ശ്രീനിവാസൻ തുണേരിയാണ്. അപ്പോൾ 2025 നടന്ന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്താണ് നടന്നത്. അതിൻ്റെ സ്വാഗതഗാനം രചിച്ചത് ശ്രീനിവാസൻ തുണേരിയും, എന്നാൽ ഇതിന് മ്യൂസിക് കൊടുത്തത് കാവാലം ശ്രീകുമാറും ആണ് എന്നതും പഠിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഗ്രീക്ക് കവി, അതായത് ഗ്രീക്ക് കവിയായ ഹോമറിൻ്റെ ഇതിഹാസമായ കാവ്യമാണ് ഒഡീസി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അവലംബമാക്കിക്കൊണ്ട് ദ ഒഡീസി എന്ന പേരിൽ ചലച്ചിത്രം ഒരുക്കുന്ന സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ ഒരു സിനിമയുണ്ടാക്കുന്നു. ആ സിനിമ ഏതാണ്? ലോകപ്രശസ്തമായ ഒഡീസിയെ അവലംബമാക്കിക്കൊണ്ട് ദ ഒഡീസി എന്ന് പറയുന്ന പേരിൽ ഒരു ചലച്ചിത്രം ഉണ്ടാക്കുന്നു. ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ 2024 കലാ സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ പരിപൂർണമാവുകയാണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. മന്ത്ലി കറണ്ട് അഫെയർ ഒക്കെ നമ്മുടെ ആപ്പിലൊക്കെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂട്യൂബിൽ നമ്മളിതിനെ ടോപ്പിക്കായി തിരിച്ചുകൊണ്ട് ദിവസങ്ങളുടെ പ്രത്യേകതകൾ, ഇങ്ങനെയൊക്കെ കുറേ ടോപ്പിക്കായിട്ട്, പദവികൾ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു കുറച്ച് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർസ് 2024 ഒരു കറണ്ട് അഫെയർ പോലും ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കുക. ഈ ഒരു സ്ലൈഡ് പ്രിപ്പറേഷനൊക്കെ നല്ല എഫേർട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെടുത്ത എഫർട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ഏറ്റവും നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ തന്നെയാണ് ഹാജാസ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങളെല്ലാവരും നല്ല ഭംഗിയായി മലയാളം, മാത്സ്, ഇംഗ്ലീഷ് പഠിക്കണം. ഈ 3 വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ഒരു PSC പരീക്ഷ എഴുതിയെടുക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നട്ടെല്ല്. അതിനോടൊപ്പം കറണ്ട് അഫെയറും പഠിക്കണം. മലയാളം, മാത്സും ഇംഗ്ലീഷിനോടൊപ്പം കറണ്ട് അഫെയർ ഇപ്പോൾ ഏറ്റവും വലിയ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന അവരെങ്ങനെയാണോ അതിന് പഠിക്കുന്നത് അതിൻ്റെ ചില അംശങ്ങൾ നമുക്ക് കോപ്പി അടിക്കേണ്ടതുണ്ട്. അതായത് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഈ ജോലി നേടിയെടുക്കണം.
അതിന് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് സുന്ദരമായി പഠിക്കുക, നല്ല ഗംഭീരമായി പഠിക്കുക. നമ്മുടെ ആപ്പിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപകർ, ഒരാൾ അധ്യാപകൻ എന്ന് പറയണമെങ്കിൽ അധ്യാപക സ്കില്ല് മാത്രമല്ല, അയാൾ ക്വാളിഫൈഡും കൂടെ ആയിരിക്കണം. BEd MD, ഞാൻ BEd MD ഒക്കെ കഴിഞ്ഞാണ്, നിങ്ങളും BEd MD കഴിഞ്ഞവരാണ് പലരും. അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ്സുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും അവർ നല്ല വായനയുള്ള അധ്യാപകർ, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ. നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് റിയ സാർ എന്ന് പറയും, മെമ്മിൽ അല്ലെ, നല്ല ക്ലാസ് അല്ലേ. നിങ്ങൾ ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസ് എടുത്ത് കണ്ടു നോക്കൂ. ഒരിക്കലും നിങ്ങളത് കാണാതിരിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്, പച്ചയായ ക്ലാസ്സാണ്. നിങ്ങളതിൽ ഒന്നാമത്തെ, നമുക്കിപ്പോൾ ഈ ഏകദേശം 35ഓളം പാർട്ടുകളായിട്ടുണ്ട്. അപ്പം വളരെ നന്നായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 100 എപ്പിസോഡ് എത്തുമ്പോഴത്തേക്കും നമുക്കത് നിർത്താം. അപ്പം 100 വരെ എങ്കിലും എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്, സെഞ്ചുറി അടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ടോപ്പിക്ക് കൊടുത്ത് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിച്ചേ പറ്റൂ, നന്നായിട്ട് പഠിക്കണം. നല്ല മലയാളം എടുക്കുന്നത് ഗീതു ടീച്ചറാണ്, ഡോക്ടറേറ്റ് ആണ്, PhD ഉള്ള ടീച്ചറാണ് മലയാളത്തിൽ. അപ്പോൾ നമുക്ക് അത്രയും നല്ല സൂപ്പർ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുകയല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ, നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് അടുത്ത ഇതേപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.